ക്രിസ്ത്യൻ ചെക്കൻ ഇഷ്ടമാണ്. ഉമ്മയ്ക്ക് കല്യാണം കഴിച്ചത് ഇല്ല. പ്ലീസ് ചെയ്തല്ല. പ്ലീസ് ഉമ്മ. രാവിലെ കുറച്ച് വൈകിട്ടാണെങ്കിലും അത്താഴം കഴിക്കാൻ വേണ്ടി എണീച്ചു. അങ്ങനെ നിസ്കാരം ഒത്തൊക്കെ കഴിഞ്ഞ് താത്ത പോയി കിടന്ന് ഉറങ്ങട്ടെ. ഉറങ്ങി എണീച്ച് നേരെ വർക്കിന് പോവാം. നമുക്ക് നാളൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പൊ അതിന്റെ തിരക്കിലാണ് എല്ലാവരും. വർക്കിന്റെ ഇടയിൽ ഉമ്മാന്റെ കയ്യിൽ രണ്ടെണ്ണം കേട്ടില്ലെങ്കിൽ എനിക്കൊരു സുഖമില്ല. നീ വഴി കിടക്കണ എല്ലാത്തിനും എടുത്ത് തോളത്തോട്ട് വെച്ചോ. അങ്ങനെയല്ല ഉമ്മ, ഇത് നോക്ക്, നല്ല ചെക്കനാണ്, എനിക്ക് നല്ല ചേരും. ആകെ അത് വേണമെങ്കിൽ നമുക്ക് മുസ്ലിം ആക്കാം. ഓൻ അതിന് റെഡിയാന്നാ പറഞ്ഞത്. ആടി നീ അതും ചെയ്യും. നിന്നെ വളർത്തിയതിന്റെ കൂലിയായിട്ടാണ് നീ റമദാൻ മാസത്തിന്റെ അടുത്ത് അങ്ങനത്തെ വർത്താനം പറയണേ. എന്താന്നറിയില്ല, ഇപ്പൊ നല്ല മനസ്സമാധാനമുണ്ട്. ഇനി കമന്റ് ബോക്സിൽ എന്റെ കൊലപാതകമായിരിക്കും. ഇത് വെറുതെ പറഞ്ഞതാന്ന് എനിക്കും അറിയാം, എന്റെ ഉമ്മാക്കും അറിയാം. ഞങ്ങളുടെ ലവ് ലാംഗ്വേജ് തന്നെ ഇതൊക്കെയാണ്. അതും പറഞ്ഞ എല്ലാം പോയി പറയുന്നത് എന്താ, കളി മാറും. ഇവക്കൊരു ഡ്രസ്സ് കൊടുത്ത് എന്റെ ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്താൽ വാങ്ങാൻ പറ്റും. നമ്മൾ പാവം വീട്ടിലെ പിള്ളേര്, നമ്മൾ ഇവിടെ പോലെ റിച്ച് ഒന്നും അല്ല. ബാങ്ക് കൊടുക്കാറായിട്ട് നോമ്പെടുക്കാനുള്ള അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങി കയ്യിൽ വെച്ച് ഓട്ടോയിൽ നിന്ന് നോമ്പെടുക്കാനായിരുന്നു എന്റെ പ്ലാൻ. പക്ഷെ ബാങ്ക് കൊടുത്തില്ല. കറക്റ്റ് ഓട്ടോ അങ്ങോട്ട് ഇറങ്ങിയത് ബാങ്ക് ഒരൊറ്റ കൊടുക്കും. അല്ലെങ്കിൽ എന്റെ കാര്യങ്ങളൊക്കെ എപ്പോഴും അങ്ങനെ വരും. ബിസ്മി ചൊല്ലി റോട്ടിലായിരുന്നാലും നമ്മുടെ നോമ്പ് പറഞ്ഞു. ഓ, ആ വെള്ളം കൂടെ ഇറങ്ങിയിട്ടുണ്ടല്ലോ പഠിച്ചോനെ. ഒരു കമ്മലോടെ വാങ്ങാനുണ്ടായിരുന്നു. കമ്മലും കൂടെ വാങ്ങി നേരെ നമ്മള് വീട്ടിൽ പോയി. നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോ എന്റെ റൂമിൽ എനിക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി തന്നു. ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആർക്കും കഴിക്കേണ്ടി വരില്ല. അതുകൊണ്ട് ഞാൻ ആ സാഹസത്തിന് നിന്നില്ല. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഫുഡും കഴിച്ച് കിടന്നു തുടങ്ങി. അപ്പൊ ഓക്കെടാ, ബൈഡാ.